ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ചയിലെ നോമിനേഷന് ശേഷം ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് മറ്റൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. പുതിയ ടാസ്ക് തുറന്ന് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന 4 പേരെ ഹൗസിലെ അംഗങ്ങൾ കൂടി തീരുമാനിച്ച് അടുത്ത 4 ദിവസത്തേക്ക് വീടിന് പുറത്ത് കിടത്തുക എന്നതാണ്. ആ 4 പേരിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ അവരറിയാതെ റെഡ് സോണിൽ കൊണ്ട് കിടത്തിയാൽ അയാൾ ഷോയിൽ നിന്ന് പുറത്താകും. ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് ജിസേൽ പറഞ്ഞത് ശാരികയുടേതാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞതോ ഈ ഒരു ബിഗ് ബോസിൽ വന്ന് അമ്മായിയമ്മ കളിക്കേണ്ടതില്ല എന്നായിരുന്നു. എങ്കിലും അവസാനം നറുക്ക് വീണത് ഷാനവാസ്, ബിൻസി, ജിസേൽ, ശൈത്യ എന്നിവർക്കാണ്. ഇതിനിടയിൽ പ്രേക്ഷകരെ ഒന്നടക്കം നിരാശപ്പെടുത്തിക്കൊണ്ട് ഷാനവാസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നോമിനേഷൻ വേളയിൽ സഹമത്സരാർത്ഥിയും മോഡലുമായിട്ടുള്ള ജിസേൽ തക്രാലിനെ കുറിച്ചുള്ള ഷാനവാസിന്റെ പ്രസ്താവന പ്രേക്ഷകരെ അമ്പരിപ്പിക്കുകയായിരുന്നു. ജിസേലിന്റെ വസ്ത്രധാരണം കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് താൻ നോമിനേറ്റ് ചെയ്യുമെന്നായിരുന്നു ഷാനവാസ് പറഞ്ഞത്. ഈ വാക്കുകൾ പ്രേക്ഷകരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതിന് കാരണം വസ്ത്രധാരണമൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ്. ഒരാൾ എന്ത് ധരിക്കണം, എന്ത് ധരിക്കണ്ട എന്നെല്ലാം അയാളുടെ തന്നെ ഒരു തീരുമാനമാണ്. ഷാനവാസിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. ഷാനവാസിന്റെ ഈ ഒരു പ്രസ്താവന പുച്ഛമുണ്ടാക്കുന്നു എന്നാണ് പലരും കുറിച്ചിരിക്കുന്നത്. തന്റെ വസ്ത്രധാരണം ഇഷ്ടപ്പെടാത്തവർ ഹൗസിലുണ്ടെന്ന് ജിസേലിനും നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജിസേൽ നിവിനുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്.